തമിഴ്നാട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്രതീക്ഷിതമായി വിജയ് അധികാരത്തിലേക്ക് എത്തുന്നു. ആരും അത് പ്രതീക്ഷിച്ചിരുന്നതല്ല. അങ്ങനെ പല രീതിയിലുള്ള അതിന്റെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങുന്നു. പലരും പല പ്രതികരണങ്ങളാണ് നടത്തുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, BJP ഒരു പ്രതികരണവും നടത്തിയില്ല. ശ്രീമാൻ അണ്ണാമലൈ ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് വളരെ നല്ല കാര്യം, ഒരു തലമുറ മാറ്റം വന്നു, അതിൽ വളരെ സന്തോഷം എന്നാണ് അണ്ണാമലൈ പറയുന്നത്. ഇവിടെ അതിനെ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ കൃത്യമായ ഒരു മെസ്സേജാണ് അണ്ണാമലൈ ഇപ്പോൾ തമിഴ്നാട്ടിൽ നൽകിയിരിക്കുന്നത്. അതായത് ഇത്രയും കാലം തമിഴ്നാടിനെ ചലിപ്പിക്കാൻ കഴിയാതിരുന്നത് അവിടെ ഉറച്ചു കടന്ന ദ്രാവിഡ പാർട്ടികൾ തന്നെയായിരുന്നു, DMK, ADMK. അങ്ങനെ ഈ ദ്രാവിഡ പൊളിറ്റിക്സിന് ഒരു സുപ്രഭാതം കൊണ്ട് വിജയ് എന്ന് പറയുന്ന നേതാവ് ഇല്ലെങ്കിൽ താരം TVK എന്ന പാർട്ടിയിലൂടെ പൊളിച്ചിരിക്കുന്നു. അതായത് തമിഴ്നാടിന്റെ മണ്ണിനെ ഇളക്കി മറിച്ചിരിക്കുന്നു. ഇളകിയ ഈ മണ്ണിൽ നാളെ താമരമുട്ടുകൾ അനവധി വിരിയിക്കാൻ BJPക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. തമിഴ്നാട്ടിലേക്ക് BJPക്ക് കടന്നു കയറാൻ കഴിയാത്തതിന്റെ പ്രധാന കാര്യം അവിടെ പാറ പോലെ ഉറച്ച രണ്ട് ദ്രാവിഡ പാർട്ടികളായിരുന്നു, DMKയും ADMKയും. ആ പാറക്കെട്ടുകളെ പൊളിച്ചെഴുതി എന്നുള്ളതാണ് വിജയ് ചെയ്ത ഏറ്റവും മഹത്തായ ഒരു കാര്യം. ഇനി ഇവിടേക്ക് മറ്റൊരു പൊളിറ്റിക്സിന് എളുപ്പം കടന്നു ചെല്ലാൻ കഴിയും. കാരണം ദ്രാവിഡ പൊളിറ്റിക്സിന് വിട നൽകിക്കൊണ്ടാണ് TVKയുടെ നേതാവ് വിജയ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ഒരു നിരാശയും കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ഫലപ്രഖ്യാപനത്തിൽ ഉണ്ടായില്ല എന്നുള്ളത്. അവർക്ക് ആ ഒരു സീറ്റും കണ്ടാണ് കിട്ടിയത്. പക്ഷെ അതിലും അവർ നിരാശയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കാര്യത്തിലും അവർക്ക് ഒരു നിരാശയും ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് കൃത്യമായി തന്നെ അറിയാം, അവർ കാത്തിരുന്നൊരു അവസരം വന്നിരിക്കുന്നു. തമിഴ്നാടിന്റെ മണ്ണ് ഇളകി തുടങ്ങിയിരിക്കുന്നു. ഇനി DMK എന്നും ADMK എന്നും വളരെ വേഗത്തിൽ അണികളെയും നേതാക്കളെയും അടർത്തിയെടുത്ത് സ്വയം വളരുക, അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷമായി മാറുക എന്നതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.